യെസ്, അപ്പോൾ നമ്മൾ തിയറീസ് ഓഫ് ഫെയിലിയറിന്റെ ജനറൽ പ്രൊസീജിയർ ആണ് പറഞ്ഞത്. നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കാം. സോ ഈ ഒരു ഏരിയയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഒന്ന് പിന്നെ 5 തിയറീസ് ഓഫ് ഫെയിലിയറിന്റെ സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ ഇക്വേഷനുമാണ് പ്ലസ് പ്രോബ്ലം. Okay, so we'll start with a very simple problem. So note down the problem. A bolt is subjected to a tensile load of a bolt is subjected to a tensile load of a tensile load of 20 kilonewton and to a shear load of 15 kilonewton. Suggest a suitable size of the bolt. Suggest a suitable size of the bolt according to various theories of failures. Take yield tensile strength as 300 Newton per mm square. Factor of safety in bracket n. Factor of safety n n is equal to 2.5 and Poisson's ratio mu is equal to 0.25. Okay, so this is the question. That's it. A bolt is subjected to a tensile load of 20 kilonewton and a shear load of 15 kilonewton. Suggest a suitable size of the bolt according to various theories of failure. Right, hello. What is the question? Yes. Okay, അപ്പോൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചോ. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അല്ലെ. ഒന്ന്, so as per the given question you have a tensile load of 20 kilonewton, right? Tensile load is equal to 20 kilonewton and shear load, so shear load is equal to 15 kilonewton, right? The tensile load നമുക്ക് see what we are interested is in ഞാൻ പറഞ്ഞു നമ്മുടെ ബേസിക് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് is to determine the principal stresses അല്ലെ. പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് കാണണം. പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് കാണണം. എന്തൊക്കെയാ? സിഗ്മ 1
സിഗ്മ 2 സിഗ്മ 3 ഇവിടെ ഇല്ല, കാരണം ഇതൊരു 2 ഡയമെൻഷണൽ കേസാണ്. കാരണം ഒന്ന് ഒരു എന്താ ടെൻസൈൽ ലോഡ് 20 കിലോമീറ്ററും ഷിയർ ലോഡ് 15 കിലോമീറ്ററും മാത്രമേ തന്നിട്ടുള്ളൂ അല്ലെ. അപ്പോ ഇത് നമുക്ക് രണ്ട് പ്രിൻസിപ്പൽ സ്ട്രെസ് ഉണ്ടാവും. നമുക്ക് 3 ഡയമെൻഷണൽ കേസ് ആയിട്ട് ചെയ്താലും കുഴപ്പമില്ല. ചെയ്യുമ്പോൾ ഒറ്റ കാര്യമുള്ളൂ, സിഗ്മ 3 0 തന്നെ കിട്ടും. ഓക്കെ, right. So for the time being, you can take it as principal stress is equal to okay. നമുക്ക് രണ്ട് പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ് ഇവിടെ കണ്ടെത്തേണ്ടത്, സിഗ്മ 1 ആൻഡ് സിഗ്മ 2. So the first objective is to determine the principal stresses, right? So principal stress കാണണമെങ്കിൽ you need to find out the corresponding stress values, right? പ്രിൻസിപ്പൽ സ്ട്രെസിന്റെ കേസിൽ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആണ്, നമുക്ക് രണ്ട് മെത്തേഡിൽ ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് യൂസിങ് 3 ഡയമെൻഷണൽ കേസും അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം, റൈറ്റ്. 3 ഡയമെൻഷണൽ കേസിൽ എന്ത് വേണം, യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഇതാണ് ഇതിന്റെ കണ്ടീഷൻ, സിഗ്മ ക്യൂബ് മൈനസ് I1 സിഗ്മ സ്ക്വയർ പ്ലസ് I2 സിഗ്മ മൈനസ് I3 ഇസ് ഈക്വൽ ടു 0, റൈറ്റ്. വേർ I1 എന്താണെന്ന് അറിയാം, I2 എന്താണെന്ന് അറിയാം, I3 എന്താണെന്ന് അറിയാം, കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈൻഡ് the value for sigma 1, sigma 2 and sigma 3. Okay, you will get the principal stresses, right. Now if it is a 2 dimensional case, if you are taking it as a 2 dimensional case, so in that case in the 2 dimensional case sigma 1 is nothing but sigma x plus sigma y by 2 plus square root of sigma x minus sigma y by 2 the whole square plus rho xy square. Similarly, your sigma 2 is equal to sigma x plus sigma y by 2 minus square root of sigma x minus sigma y by 2 the whole square plus tau xy square. Okay. So രണ്ട് കേസിൽ ചെയ്താൽ നമുക്ക് ഇതൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കേസിലും ചെയ്ത് നോക്കാം. ഓക്കെ, പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടെത്താം. അപ്പൊ ഇതിന്റെ കേസിൽ ഇപ്പൊ I1 കാണുക എന്ത് വേണം, സിഗ്മ എക്സ് പ്ലസ് എക്സ് എക്സ് പ്ലസ് സിഗ്മ വൈ വൈ പ്ലസ് സിഗ്മ സെഡ് സെഡ് ചെയ്യണമായിരുന്നു. സിമിലർലി I2 കേസ് അതേപോലെ. സോ നമുക്ക് ഇത് സോൾവ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഡിറ്റർമിൻ ദ കറസ്പോണ്ടിങ് സ്ട്രെസ്സസ്, റൈറ്റ്. സോ കറസ്പോണ്ടിങ് സ്ട്രെസ് വാല്യൂസ് ഓരോന്നായിട്ട് കാണണം. ഓക്കെ, സോ ഇതിന്റെ രണ്ടാമത്തെ കേസ് സിഗ്മ എക്സ് എക്സ് സിഗ്മ വൈ വൈ പ്ലസ് സിഗ്മ വൈ വൈ സിഗ്മ സെഡ് സെഡ് പ്ലസ് സിഗ്മ സെഡ് സെഡ് സിഗ്മ എക്സ് എക്സ് മൈനസ് ടോ എക്സ് വൈ സ്ക്വയർ മൈനസ് ടോ വൈ സെഡ് സ്ക്വയർ മൈനസ് ടോ സെഡ് എക്സ് സ്ക്വയർ, റൈറ്റ്. And similarly, I3 എന്ന് പറയുന്നത് is determinant of sigma xx, sigma y, sigma yy, sigma zz, tau xy, tau yz, tau yx, tau yz, tau zx, tau zy, and sigma zz, right? So ഇതിന്റെ determinant എടുത്തു കഴിഞ്ഞാൽ you will get the I value. So ultimately ഇത് രണ്ട് കേസ് ആയാലും ഏത് കേസ് തന്നെ ആയാലും all you need to find out is sigma xx അറിയണം, sigma yy അറിയണം, സിഗ്മ സെഡ് സെഡ് അറിയണം, ടോ എക്സ് വൈ, ടോ വൈ സെഡ്, ടോ സെഡ് എക്സ് വാല്യൂസ് എല്ലാം നമ്മൾ കണ്ടെത്തണം. ഓക്കെ, ഇതിന്റെ കേസിലാണ് ഇപ്പം ഈ ഒരു കേസിൽ ഇപ്പൊ 2 ഡയമെൻഷൻ ആയതുകൊണ്ട് തന്നെ ഈ മൂന്ന് സാധനങ്ങളും 0 ആയിരിക്കും, ഇത് മൂന്നും 0 ആയിരിക്കും. ഇവിടെ നമുക്ക് ആ കൂടെ ഉണ്ടാവുന്ന സിഗ്മ എക്സ് സിഗ്മ വൈ വൈ ടോ എക്സ് വൈ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ effectively, right? So you need to find out these values, sigma xx, sigma yy and tau xy values, right? Now how will we find these values? Okay, അതാണ് ആദ്യത്തെ ചോദ്യം. നമുക്ക് ഇത് എങ്ങനെ കണ്ടെത്താം? നമുക്ക് ആ കൂടെ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ, ടെൻസൈൽ ലോഡ് തന്നിട്ടുണ്ട്, ഷിയർ ലോഡ് തന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ടെൻസൈൽ സ്ട്രെസ് കണ്ടെത്താൻ പറ്റുമോ? ടെൻസൈൽ ലോഡ് തന്നിട്ടുണ്ട്, ബോൾട്ട് ഈസ് സബ്ജക്റ്റഡ് ടു, ഒരു ബോൾട്ടിന്റെ മുകളിൽ ഒരു ടെൻസൈൽ ലോഡ് വന്നിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ ആ ബോൾട്ടിൽ തന്നെ ഒരു ഷിയർ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പർട്ടിക്കുലർ സ്ഥലത്തെ ടെൻസൈൽ സ്ട്രെസ് കാണാൻ ഞാൻ എന്ത് ചെയ്യണം ഒന്ന് പറഞ്ഞേ. ടെൻസൈൽ സ്ട്രെസ് എങ്ങനെ കണ്ടെത്താം? If a tensile load is given, how will I find out the tensile stress? Bolt ആണ്, ബോൾട്ടിന്റെ ഡയമെൻഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇല്ല, ബോൾട്ടിന്റെ മുകളിൽ പറഞ്ഞോ. ലോഡ് ബൈ ഏരിയ. അതെ, അല്ല അത്രല്ലേ ഉള്ളൂ, ലോഡ് ഡിവൈഡ് ബൈ ഏരിയ എടുത്താൽ പോരെ. കിട്ടിയില്ലേ? പറയാൻ മടിക്കല്ലേ, പറയുന്നത് ശരി തന്നെയാണ്, വളരെ ഉദ്ദേശിക്കുന്നത് ശരി തന്നെയാണ്. ഇവിടെ
ടെൻസൈൽ ലോഡ് തന്നിട്ടുണ്ട്. എന്താ സംഭവിക്കുന്നത്? ബോൾട്ടിന്റെ മുകളിൽ ഒരു ബോൾട്ടില് ഇതുപോലുള്ള ഒരു ബോൾട്ടിൽ ഒരു ടെൻസൈൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. എത്ര? 20 കിലോ ന്യൂട്ടൺ. റൈറ്റ്. ടെൻസൈൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് 20 കിലോ ന്യൂട്ടൺ. റൈറ്റ്. സോ അങ്ങനെയാണെങ്കിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എന്താ നമുക്കറിയില്ല. എന്താ സ്ട്രെസ്? ടെൻസൈൽ സ്ട്രെസ് സിഗ്മ എക്സ് എക്സ് എടുക്കാം. എക്സ് ഡയറക്ഷൻ ആണെന്നുള്ള രീതിയിൽ എക്സ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? ടെൻസൈൽ ലോഡ് ഡിവൈഡ് ബൈ ആ ക്രോസ് സെക്ഷൻ ഏരിയ ആണ്. എന്തായിരിക്കും? 20 കിലോ ന്യൂട്ടൺ ഡിവൈഡ് ബൈ ഏരിയ ഈസ് 5/4 d സ്ക്വയർ. ദാറ്റ്സ് ഇറ്റ്. അല്ലേ? സോ ടെൻസൈൽ ലോഡ് കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് ടെൻസൈൽ സ്ട്രെസ് കിട്ടും. അല്ലെ? ടെൻസൈൽ സ്ട്രെസ് വിച്ച് ഇസ് സിഗ്മ എക്സ് എക്സ്. സിമിലർലി ഷിയർ ലോഡ് കൊണ്ട് നമുക്ക് എന്താ കിട്ടുക? ഷിയറിംഗ് ലോഡാണ്. അവരെ കൊണ്ട് നമുക്ക് എന്താ കിട്ടുക? ഷിയറിംഗ് ലോഡ് എന്ത് തരും? ഷിയറിംഗ് ലോഡ്. ടെൻസൈൽ ലോഡ് ടെൻസൈൽ സ്ട്രെസ് വരും. അപ്പൊ ഷിയറിംഗ് ലോഡ് എന്ത് തരും? ആ പറഞ്ഞോ. ഷിയർ സ്ട്രെസ് വരും അല്ലെ? ഷിയർ സ്ട്രെസ് എങ്ങനെ കാണാം? ആ ഷിയർ സ്ട്രെസ് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? ഷിയർ സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കും? സെയിം അതല്ലേ? ഷിയർ സി ടെൻസൈൽ സ്ട്രെസ് കാണാൻ സിമിലർലി ഇവിടെ ആക്ട് ചെയ്യുന്ന ഷിയറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ഇതിന് മുകളിൽ ഒരു ഷിയറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഷിയർ ഫോഴ്സ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് അല്ലെ? അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഏരിയ അല്ലെ? ബൈ ദ കറസ്പോണ്ടിങ് ഏരിയ. റൈറ്റ്. So same ആണ്. shear force is 15 kilonewton divided by the area. That's it. Okay. So again, which is nothing but 15 kilonewton divided by area is nothing but 5/4 d square. സാർ ആ ക്രോസ് സെക്ഷനിൽ തന്നെയാണ് ഷിയറിംഗ് സംഭവിക്കാൻ പോകുന്നത്. ഫൈൻ. സോ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളോട് ക്ലിയർ ആക്കി തരാം. ഒന്ന്, എപ്പോഴൊക്കെയാണ് നമുക്ക് ഇത് ടു ഡയമെൻഷണൽ കേസ് സോൾവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? സിഗ്മ എക്സ് എക്സ് അറിയണം, സിഗ്മ വൈ വൈ അറിയണം, ടോ എക്സ് വൈ അറിയെങ്കിൽ മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? സോ സിഗ്മ എക്സ് എക്സ് സ്ട്രെസ് ഇത് ടെൻസൈൽ സ്ട്രെസ് ആണ്. റൈറ്റ്. ടെൻസൈൽ സ്ട്രെസ്. സോ സിഗ്മ എക്സ് എക്സ് ടെൻസൈൽ സ്ട്രെസ് എടുക്കുന്ന സമയത്ത് ഇത് പിന്നെ 2-3 തരത്തിൽ ടെൻസൈൽ സ്ട്രെസ് ഉണ്ടാവും. ഓക്കെ. ഒന്ന്, ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെസ് ഉണ്ടാവും. ടെൻസൈൽ സ്ട്രെസ് അതാണ് ഇപ്പൊ പറഞ്ഞ കേസ്. ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ ഡയറക്റ്റ് ആയിട്ട് അലോങ് സെൻട്രോയിഡിൽ തന്നെ ഒരു ഫോഴ്സ് പി വരുമ്പോൾ അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ ആണെങ്കിൽ വാട്ട് യു എക്സ്പീരിയൻസ് ഇസ് എ ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെസ് ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ പി ബൈ എ. ഓക്കെ. സോ ഇത് നമ്മൾ സിഗ്മ എക്സ് എക്സ് ആയിട്ടാണ് എടുക്കുക. ഓക്കെ. സിഗ്മ എക്സ് എക്സ് നമുക്ക് ആ ഡയറക്ഷൻ ഈ ഡയറക്ഷൻ നമ്മൾ എക്സ് ഡയറക്ഷൻ ആയിട്ട് അസ്യൂം ചെയ്യുന്നു. അത് ഡയറക്റ്റ് സ്ട്രെസ് നെക്സ്റ്റ് ഡയറക്ഷൻ. സോ സിഗ്മ എക്സ് എക്സ് ഇസ് ഈക്വൽ ടു പി ബൈ എ. ഓക്കെ. ഡയറക്റ്റ് സ്ട്രെസ്. രണ്ടാമത് സിഗ്മ എക്സ് എക്സ് വേറെ തരത്തിലും കൂടെ ഉണ്ടാവും. എങ്ങനെ? ബെൻഡിങ് കൊണ്ടും ഉണ്ടാവും. അപ്പൊ ബെൻഡിങ് സ്ട്രെസ് ആയിട്ടും അവിടെ ആക്ട് ചെയ്യാം. ഒരു ബെൻഡിങ് കൊണ്ടും ഇതിന്റെ മുകളിൽ സിമിലർ ഒരു ഒബ്ജക്റ്റിന്റെ മുകളിൽ വെൻ എ ബെൻഡിങ് മൊമെന്റ് ഈസ് അപ്ലൈഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ മുകളിൽ വെൻ എ വെർട്ടിക്കൽ ലോഡ് ഈസ് അപ്ലൈഡ് എന്തുണ്ടാവും? ഇവിടെ ഒരു ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു ബെൻഡിങ് സ്ട്രെസ് ഉണ്ടാവും. ഓക്കെ. ആൻഡ് ദാറ്റ് ബെൻഡിങ് സ്ട്രെസ് ഈസ് ഓൾസോ ആക്ടിങ് അലോങ് ദ എക്സ് ആക്സിസ്, എക്സ് ഡയറക്ഷൻ, and that is given by m by I into y, where m is your bending moment, I is your moment of inertia, and y is the distance from the neutral axis. Okay, so this will give, see, idum tensile stress ആണ്. Okay, tensile stress along x direction. Okay, along x direction due to bending ആണിത്. ഡ്യൂ ടു ബെൻഡിങ് ആണ് വരുന്നെങ്കിൽ സിഗ്മ എക്സ് എക്സ് ഇത് കൺസിഡർ ചെയ്യണം. ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെസ് ആണ് വരുന്നെങ്കിൽ ഇതാണ് സ്ട്രെസ് അലോങ് എക്സ് ഡയറക്ഷൻ ഡ്യൂ ടു ഡയറക്റ്റ് ടെൻസൈൽ ഫോഴ്സ് ആണ്. ഓക്കെ. ഇനി ഇത് രണ്ടും ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇത് രണ്ടും വരുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ആഡ് ദീസ് ടു ഓർ സബ്ട്രാക്ട് വാട്ടെവർ ഇറ്റ് ഈസ്. അത് ആ ഡയറക്ഷൻ അനുസരിച്ചിട്ട് ഇപ്പൊ ഇത് ടെൻസൈൽ ആയതുകൊണ്ട് ബെൻഡിങ് സ്ട്രെസ്സും നമ്മൾ എടുക്കുന്ന ഫൈബറും കൂടെ കൺസിഡർ ചെയ്യണം. ഞാൻ പറയാം. അപ്പോൾ ഈ രണ്ടും ഡയറക്റ്റ് ടെൻസൈൽ ഫോഴ്സും അതുപോലെ തന്നെ ബെൻഡിങ് സ്ട്രെസ്സും വരുന്നെങ്കിൽ യു നീഡ് ടു ആഡ് ബോത്ത്. ഓക്കെ. ഇനി അടുത്തൊരു ടേം ഷിയർ സ്ട്രെസ് ആണ്, ടോ എക്സ് വൈ. എപ്പോഴൊക്കെയാണ് ഷിയർ സ്ട്രെസ് ഉണ്ടാവുക? ഇതും രണ്ട് തരത്തിലുണ്ടാവും. ഡയറക്റ്റ് ഷിയർ സ്ട്രെസ് ഉണ്ടാവാം. ഡയറക്റ്റ് ഷിയർ സ്ട്രെസ് ഇപ്പൊ തന്ന എക്സാമ്പിൾ പോലെ എങ്ങനെയാണ്? ഡയറക്റ്റ് ഷിയർ സ്ട്രെസ് ഈസ് ഷിയർ ഫോഴ്സ് ബൈ
area, right? Shear force by shearing force act in area, right? So direct shear stress ആണ് നമുക്ക് ഇവിടെ തന്നെ ക്വസ്റ്റ്യൻ തന്നെ. It is subjected to a direct shear load തന്നിട്ടുണ്ട് അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ you can directly find out the shear stress എങ്ങനെ divided by area. Again shear stress വേറെ തരത്തിലുണ്ടാവും. By ടോർക്കിനെ കൊണ്ടും shear stress ഉണ്ടാവും. Okay, when an object is subjected to a torque T, it will experience a shear stress. Okay, and that you can find out using this expression T by J is equal to tau by R. Okay, so or tau is equal to T by J into R. നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. Your shear stress tau is equal to pi by 16. T is equal to pi by 16 tau d cube ആണ്, or tau is equal to 16 T by pi d cube എന്ന് പറയാം. Okay, for a circular shaft. Okay, നമ്മൾ derive ചെയ്തെടുത്താണ് പറഞ്ഞത്. Okay, for a circular shaft, your shear stress is equal to 16 T by pi d cube. Again, this is also tau xy. When torque is acting, okay, when torque T is acting on the beam, then your tau xy is 16 T by pi d cube. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലുണ്ടാവണം. ഒന്ന്, ഷിയർ സ്ട്രെസ് ഡയറക്റ്റ് ഷിയർ ഫോഴ്സ് കൊണ്ട് അവിടെ ഒരു ഷിയർ സ്ട്രെസ് കിട്ടും. അതേപോലെ എന്താണ് ഒരു ടോർക്കിനെ കൊണ്ടും ടോർക്കാണ് ആക്ട് ചെയ്യുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ അവിടെയും നമുക്കൊരു ഷിയർ സ്ട്രെസ് ജനറേറ്റ് ചെയ്യപ്പെടും. ആൻഡ് ടോർക്കാണ് വരുന്നെങ്കിൽ യു ഹാവ് ടു ടേക്ക് ദിസ് ഇക്വേഷൻ ടു ഫൈൻഡ് tau xy. Okay, now normal കേസിലെല്ലാം your sigma yy value is normally equal to 0. Okay, unless it is given നമുക്ക് sigma yy 0 എടുത്തിട്ട് കണ്ടിന്യൂ അതിന്റെ അത് വരുന്നൊരു കേസ് എന്തായാലും നിങ്ങൾക്കില്ല. അപ്പൊ അത് തലപോഞ്ഞ് ആലോചിക്കേണ്ട ആവശ്യമില്ല. സിഗ്മ എക്സും tau xy വരുന്ന കേസേ നിങ്ങൾക്ക് മാക്സിമം വരുള്ളൂ. ഓക്കെ ഓക്കെ, ഇപ്പൊ ഇത്രയും ബേസിക് കേസുകൾ വെച്ചിട്ട് നമുക്ക് ഇനി ഈ പ്രോബ്ലത്തിലേക്ക് വരാം. ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. എ ബോൾട്ട് ഈസ് സബ്ജക്റ്റഡ് ടു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ഡാറ്റാസ് നമുക്ക് ഇവിടെ എഴുതാം. ബോൾട്ട് ഈസ് സബ്ജക്റ്റഡ് ടു ടെൻസൈൽ ലോഡ് ഓഫ് 20 kilonewton, റൈറ്റ്? സോ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഗിവൺ ഡാറ്റ നോക്കിയാൽ ഗിവൺ വാല്യൂസ് ടെൻസൈൽ ലോഡ് ഓഫ് 20 kilonewton, അതേപോലെ shear load of 15 kilonewton is acting on the bolt. Acting on the bolt, it is acting on the bolt. Suggest a suitable size of the bolt. Okay, so that means suggest a suitable size of the bolt. You need to find out the diameter. Okay, so diameter is unknown. Okay, find the diameter of the bolt. Okay, suggest a suitable size according to various theories of failure. Okay, based on theories of failure, you have to find the size of the bolt. That's going to come. So for that, take these values. Take yield tensile strength as 300. Yield tensile strength as 300. 300 megapascal. And factor of safety 2.5. Factor of safety n is equal to 2.5, and Poisson's ratio is equal to 0.25. Right. So now you need to find out the diameter d. Okay, നമുക്ക് തുടങ്ങാം. Okay, so ഏതൊരു തിയറീസ് ഓഫ് ഫെയിലിയറിന്റെ പ്രോബ്ലം വന്നാലും യുവർ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡിറ്റർമിൻ ദ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ പ്രിൻസിപ്പൽ സ്ട്രെസ് കാണണമെങ്കിൽ ഇവിടെ നമുക്ക് ലോഡ് മാത്രമേ തന്നുള്ളൂ. ഫൈൻഡ് ഔട്ട് ദ സ്ട്രെസ്സസ്. ഓക്കെ, സിൻസ് ടെൻസൈൽ ലോഡ് ഈസ് ഗിവൺ, ടെൻസൈൽ ലോഡ് വിൽ പ്രൊഡ്യൂസ് എ ടെൻസൈൽ സ്ട്രെസ്. ഓക്കെ, ടെൻസൈൽ ലോഡ് വിൽ പ്രൊഡ്യൂസ് എ tensile stress. Okay, therefore your sigma xx is equal to 20 into 10 cube load divided by area of the bolt, that is pi by 4 into d square, or that is equal to 80 into 10 to the power 3 divided by pi d square. Okay, so that is sigma xx. Now as I said, sigma y direction load on act ചെയ്യുന്നില്ല അല്ലേ? കാരണം ഞാൻ ഇത് x direction ആയിട്ട് എടുക്കുകയാണ്. ഞാൻ assuming it is in x direction. Okay, so sigma yy ഒന്നുമില്ല, so you can take sigma yy value as 0. Now similarly, your tau xy shear stress, right? ഇവിടെ direct shear load വന്നിട്ടുണ്ട്. Therefore the shear stress is 15 into 10 cube divided by pi by 4 d square will give you the shear stress tau xy. Okay, substituting you will get it as 60 into 10 cube divided by pi d square. Okay, so this is tau xy, sigma yy, sigma xx values in it. Fine, clear ആണോ ഇതുവരെ? ഇത്രയും സ്റ്റെപ്പ് ക്ലിയർ ആണോ? Yes sir. Okay, ഇതാണ് ഏറ്റവും ബേസിക് സ്റ്റെപ്പ്. ആദ്യത്തെ ബേസിക് കാര്യങ്ങൾ മാത്രമേ ഇതുവരെ ആയിട്ടുള്ളൂ. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് കാണണം. ഓക്കെ, പ്രിൻസിപ്പൽ സ്ട്രെസ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ട് മെത്തേഡിൽ കാണാം. പക്ഷെ
വെറുതെ നമ്മൾ ഈ I1 I2 I3 ഒന്നും പോകണ്ട, കാരണം ഒരു അൺനോൺ ഉണ്ട് അവിടെ, D സ്ക്വയർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു മെത്തേഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ആകെ ഇതാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത്, നിങ്ങളുടെ സിലബസിലുള്ള ഒരു വലിയൊരു പോരായ്മ ഇതാണ്. കാരണം ഈ ഒരു സിഗ്മ എക്സ് പ്ലസ് വൈ 2 എന്ന് പറഞ്ഞൊരു ഇക്വേഷന്റെ ഡെറിവേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതൊന്നും സിലബസിൽ എവിടെയും പറയുന്നില്ല. പക്ഷെ അത് യൂസ് ചെയ്താൽ മാത്രമേ നമുക്കിത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ I1 I2 I3 എടുത്താൽ ഇത് ആകെ മൊത്തം കോംപ്ലിക്കേറ്റഡ് ആയി പോവുകയുള്ളൂ. കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആവുന്നില്ല, പക്ഷെ അധികം ചെയ്യാനുണ്ടാവും. അതെ, പിന്നെ അതിന്റെ ആൻസർ ഡയറക്റ്റ് ആയിട്ട് കിട്ടലും ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, ഇവിടെ തന്നെയാണ് ഒരു അൺനോൺ വരുന്നത്, ഡയമീറ്റർ ആണ് അൺനോൺ. ഈ വാല്യൂ കംപ്ലീറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിച്ചിട്ട് പോവാം. പക്ഷെ ഇത് അൺനോൺ ആയിരിക്കുമ്പോൾ നമുക്ക് ആ മെത്തേഡിൽ ചെയ്തിട്ട് പോകാൻ ഒത്തിരി പ്രയാസം തന്നെയാണ്. ഓക്കെ, അപ്പോ ബെസ്റ്റ് തിങ് ഈസ് ടു മെമ്മറൈസ് ദിസ് ഇക്വേഷൻ. ഓക്കെ, ഇത് ഇന്ന് അങ്ങോളം വരെ നിങ്ങൾ ബിടെക് കഴിഞ്ഞ് ഇനി വല്ല ഗേറ്റ് എക്സാം വന്നെങ്കിൽ അപ്പൊ എല്ലാം ഉപകരിക്കപ്പെടുന്ന ഒരു ഇക്വേഷൻ ആണിത്. So we'll find out the principal stresses. So first step is to find the principal stresses. Okay, so we'll find the principal stresses using this equation. That is for two-dimensional case. Two-dimensional case മാത്രം applicable. Three-dimensional case വന്നു കഴിഞ്ഞാൽ രക്ഷയില്ല, മറ്റേ മെത്തേഡിലേക്ക് തന്നെ പോകണം. പക്ഷെ ആ കേസിൽ ഡയമീറ്റർ ആയിരിക്കില്ല അൺനോൺ, മിക്കവാറും ഫാക്ടർ സേഫ്റ്റി ഒക്കെ കാണാനായിരിക്കും പറയും. ഓക്കെ, നോ, so we'll find the principal stress. So principal stress sigma 1 is given by, this is major principal stress, that is given by the equation sigma xx plus sigma yy by 2 plus square root of sigma xx minus sigma yy by 2 the whole square plus tau xy square. Okay, now we'll substitute the values. Now sigma xx is nothing but 80 into 10 cube divided by pi d square. Okay, and sigma yy value 0 ആണ്, tau xy substitute ചെയ്ത് കഴിഞ്ഞാൽ sigma xx is 80 into 10 to the power 3 plus yy 0 ആണ് divided by pi t square divided by 2 ആണ് അല്ലെ, plus square root of ഇതിന്റെ സെയിം 80 into 10 to the power 3 minus 0 divided by pi d square into 2 the whole square plus tau xy value yes ഇവിടെ ഉണ്ട്, that is nothing but 60 into 10 to the power 3 divided by pi d square the whole square. Right. Now we can reduce this one. The 40 into 10 to the power 3 divided by pi d square. Similarly, square root in the values are the pi d square common item. So upon solving this, you can solve this directly. Solve it. You will get the value as sigma 1 is equal to solve with 35704.14 divided by d square Newton per mm square എന്ന് കിട്ടും. ഓക്കെ, സോൾവ് ചെയ്യാൻ പറ്റുന്ന വിചാരിക്കുന്നു അല്ലെ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പൈ ഡി സ്ക്വയർ ഡയറക്റ്റ് ആയിട്ട് പുറത്തേക്ക് വരും. പൈ ഡി സ്ക്വയർ രണ്ട് കേസും കോമൺ ആയിട്ട് വെളിയിൽ എടുക്കാം. പിന്നെ ഈ ഇന്നർ വാല്യൂസ് മാത്രം സോൾവ് ചെയ്താൽ മതി. ഓക്കെ, സിമിലർലി യു ക്യാൻ ഫൈൻഡ് സിഗ്മ 2 വാല്യൂ. സിഗ്മ 2 കാണുന്നത് എന്ത് വേണം, ഇൻസ്റ്റെഡ് ഓഫ് പ്ലസ് സബ്സ്റ്റിറ്റ്യൂട്ട് മൈനസ്. ഓക്കെ, മൈനസ് സബ്സ്റ്റിറ്റ്യൂട്ട് യു വിൽ ഗെറ്റ് സിഗ്മ 2 ആസ് minus 10226.94 divided by d square Newton per mm square. So these are the two principal stresses. Okay, ഒന്ന് ചെയ്തേ, ഇതുവരെ ഒന്ന് ചെയ്ത് വെച്ചേ. The principal stresses. ആ വാല്യൂ തന്നെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇക്വേഷൻ നിർബന്ധമായിട്ട് പഠിക്കണം. ഓക്കെ, ഇതേ സ്റ്റെപ്പുകളിലൊന്ന് റെഫർ ചെയ്യുക. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ, പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. Anyone? കഴിഞ്ഞു, ഇതൊരു നോട്ട് ചെയ്തോ.
guys? Yes, sir. Okay, right. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത മുന്നിലേക്ക് പോകാം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് കഴിഞ്ഞു, ദാറ്റ് ഈസ് ടു ഡിറ്റർമിൻ ദ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. ഓക്കെ, നൗ നമുക്ക് കാണേണ്ടത് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷനിലും ഒരു അൺനോൺ ഉണ്ട് അല്ലെ, ഡയമീറ്റർ. ഈ ഡയമീറ്റർ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. യു ഹാവ് ടു ഡിറ്റർമിൻ ദ ഡയമീറ്റർ, സൈസ് ഓഫ് ദ ബോൾട്ട് ആണ് ഓർ ഡയമീറ്റർ ഓഫ് ദ ബോൾട്ട്. നൗ to find this one, നമ്മൾ using different theories of failures ആണ് അല്ലെ. നമുക്ക് second step is to substitute these values in different theories of failure. So our first theory of failure എടുക്കാം. So first theory of failure is maximum principal stress theory or Rankine's theory. Okay, now if you substitute the values in Rankine's theory, നമുക്ക് എന്ത് വരും നോക്കാം. So Rankine's theory എന്താ പറയുന്നത്, ഇവിടെ രണ്ട് പ്രിൻസിപ്പൽ സ്ട്രെസ് അല്ലേ. If there are two principal stresses, sigma 1 and sigma 2, if sigma 1 is greater than sigma 2 എന്താ പറഞ്ഞ principal stress, then your sigma 1 is nothing but yield tensile strength by factor of safety ആണ് അല്ലെ. So you can equate your sigma 1 with yield tensile strength by factor of safety. Okay, now here നോക്കിക്കഴിഞ്ഞാൽ your sigma 1 value is greater than sigma 2 തന്നെയാണ്. So you can equate the sigma 1 value, like sigma 1 is nothing but 35704.14 divided by d square is equal to yield tensile strength by factor of safety. Yield tensile strength value which is 300 Newton per mm square divided by factor of safety is 2.5. Okay, so equate these two and find the value of diameter. See, okay, diameter 3. Find the diameter. Sir, 0.25 or 2.5? 2.5. Factor of safety ആണ് 0.25 Poisson's ratio. Sir, 17.24. എത്രയാണ്? 17. Yes, 17.24 കിട്ടും അല്ലേ? So using first theory of failure, അപ്പോൾ Rankine പറഞ്ഞ theory of failure വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ you are getting the value as 17.24 mm. Right. നമുക്ക് അടുത്ത തിയറി വരും. ഓക്കെ അല്ല? Okay. So second one is your maximum shear stress theory or Tresca or von Mises theory. So അതെന്താ പറയുന്നത്, maximum shear stress theory പറയുന്നത് if there are two principal stresses sigma 1 and sigma 1, ഇവിടെ നമുക്ക് രണ്ട് പ്രിൻസിപ്പൽ സ്ട്രെസ്സേ ഉള്ളൂ അല്ലെ, sigma 1 ഉം sigma 2 മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താ നമുക്ക് ഒറ്റ ഇക്വേഷൻ വരുന്നുള്ളൂ. So that means your sigma 1 minus sigma 2 is equal to yield tensile strength by factor of safety. Okay, sigma 1 value നമുക്കറിയാം, 35704.14 divided by d square minus minus 10226.9, sorry, minus 10226.94 divided by d square is equal to 300 divided by 2.5. Solve this and find the value of diameter. Okay.
നിവേദ ഒന്ന് മൈക്കൊന്ന് നോക്കാം. രാഹുൽ എന്തോ വാല്യൂ 297 കറക്റ്റ് കിട്ടിയോ? Yes, sir. There is square. ഓക്കെ ഓക്കെ റൂട്ട് എടുത്തിട്ടുണ്ടാവില്ല. ഓക്കെ ഓക്കെ. കിട്ടിയോ? 18.1. 18 പോയിന്റ് 19 പോയിന്റ് ആണ് വരുന്നത്. കാരണം 19 പോയിന്റ് കിട്ടുന്നുണ്ടോ? 19.56. യെസ്, 19.56 ആണ് വരുന്നത്. 19.56. ഓക്കെ. തേർഡ് നമുക്ക് ഡിസ്റ്റോർഷൻ വെച്ചാൽ അവിടെ നോക്കട്ടെ. ഇക്വേഷനിൽ ചെറിയൊരു വേരിയേഷൻ ഉള്ള ഒരു ഡൗട്ട് ഉണ്ട്. ഞാൻ റെഫർ ചെയ്ത് നെക്സ്റ്റ് പറയാം. ഓക്കെ, 1/2 അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഡാറ്റ ബുക്ക് ഒന്ന് റെഫർ ചെയ്യണം. ഓക്കെ, നമുക്ക് മാക്സിമം സ്ട്രെയിൻ എനർജി തിയറി എടുക്കാം. തേർഡ് വൺ, മാക്സിമം സ്ട്രെയിൻ തിയറി. ഓക്കെ, സോ മാക്സിമം സ്ട്രെയിൻ തിയറി പറയുന്നത് എന്താ? നമുക്ക് സ്ട്രെയിൻ തിയറിയിലേക്ക് തന്നെ പോവാം. മാക്സിമം സ്ട്രെയിൻ തിയറി. ഓക്കെ, ഇതാണ് ഇക്വേഷൻ അല്ലേ? സോ ഇവിടെ നമ്മൾ 2 ഡയമെൻഷണൽ കേസേ ഉള്ളൂ. σ3 ഉണ്ടാവില്ല. അപ്പൊ എന്തായിരിക്കും? σ1 മൈനസ് മ്യൂ σ2 അല്ലെ? ഇസ് ഈക്വൽ ടു yielded tensile strength by factor safety. That is equal to maximum strain theory എടുത്താൽ there is nothing but σ1 minus µ σ2 is equal to yielded tensile strength by factor safety. New value is 0.25. Substitute the values and find the value of diameter d. ചെയ്തോ. σ1 അറിയാം, σ2 അറിയാം, പോയിസോൺസ് റേഷ്യോയുടെ വാല്യൂ അറിയാം, എല്ലാ വാല്യൂസ് അറിയാം. ഫൈൻഡ് ഡയമീറ്റർ d.
17.85. 17.8. മാക്സിമം സ്ട്രെയിൻ എനർജി തിയറി അതുപോലെ തന്നെ ഡിസ്ട്രക്ഷൻ എനർജി തിയറികളാണ് നമുക്ക് നാളെ ചെയ്യാം. സോ പ്രോബ്ലം ഇത് സിമ്പിൾ അല്ലേ? ആ പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം വളരെ സിമ്പിൾ ആണ് അല്ലേ? അല്ലേ? പ്രശ്നം എന്താ അസുഖം എന്താ പറഞ്ഞു വീട്ടില്? ഓക്കെ. സോ പ്രോബ്ലം പെർസ്പെക്റ്റീവ് നോക്കിയാൽ വേറൊന്നും അത് ചെയ്യാനില്ല. പക്ഷെ ആ ഇനീഷ്യൽ കാരണം മാത്രം ഒന്ന് ക്ലിയർ ആവണം. പ്രിൻസിപ്പൽ സ്ട്രെസ് ഞാൻ ഈ പറഞ്ഞ ഇക്വേഷൻ തന്നെ എടുക്കാം. I1 I2 I3 എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. I1 I2 I3 വരുന്ന പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഓക്കെ, അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലം നമുക്ക് അത് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് അഡീഷണൽ പ്രോബ്ലം 2 ദിവസം കൂടെ ചെയ്യാം. ഇപ്പോൾ ഈ ടോപ്പിക് തീരുന്നതോടുകൂടി നിങ്ങൾ 5ാമത്തെ കൂടെ പകുതി പോർഷൻ കഴിഞ്ഞു കേട്ടോ. അതാണ് ഒരു ഹാഫ് ആയത്. നമുക്കൊരു 2 hour കൂടെ പ്രോബ്ലംസ് ഇരുന്ന് ചെയ്യാം. അതിനുശേഷം സ്റ്റാർട്ടിംഗ് മോഷനിലേക്ക് പോകും. ഓക്കെ, പിന്നെ തിയറീസ് ഓഫ് ഫെയിലിയറിന്റെ കേസിൽ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ S7 ക്ലാസ് എടുത്ത തിയറി ഓഫ് ഫെയിലിയറിന്റെ വീഡിയോസ് ഉണ്ട്, അത് വേണമെങ്കിൽ റെഫർ ചെയ്തോ. അതിൽ പക്ഷെ ഇതേപോലെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നോരോന്ന് പെറുക്കി പറയില്ല. പക്ഷെ അതിൽ കുറച്ചുകൂടെ നേരെ പ്രോബ്ലത്തിലേക്ക് കിടക്കും. കുറച്ച് മനസ്സിലായാൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അറ്റൻഡൻസ് എടുക്കാം.